ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻഡേസ് 38 ആണ്, ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇതിന് മുന്നേ AS 26 ആയിരുന്നു ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് AS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഈ AS അല്ലെങ്കിൽ ഇൻഡേസ് വായിക്കുന്നതിന് മുന്നേ നിങ്ങൾ PPE വായിക്കുക. PPE പഠിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് PPE ഇൻഡേസ് 16 ആയിരുന്നു. PPE എന്തായിരുന്നു? ടാഞ്ചിബിൾ അസറ്റ് ആണ്. ദിസ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ തിയറി. സിമിലർ ആയിട്ട് വരും. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ PPE വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെടുക്കുക. സോ യു വിൽ ബി ഏബിൾ ടു റീകളക്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിൻ്റെ മീനിങ്, അതുപോലെ ഇതിൻ്റെ സ്കോപ്പ്, ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. സോ ഇതിൻ്റെ മീനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വാട്ട് യു മീൻ ബൈ ഇൻടാഞ്ചിബിൾ അസറ്റ്? ആക്ച്വലി വേർ ഇറ്റ് ഈസ് റെക്കോർഡഡ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് അൺടച്ചബിൾ. ഓക്കെ, നമുക്ക് കാണാനോ നമുക്ക് തൊടാനോ പറ്റാത്ത സംഭവങ്ങളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുക. നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ബട്ട് വി ആർ പുട്ടിങ് അലോങ് വിത്ത് ദ ഫിക്സ്ഡ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇടുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ ആക്ച്വലി? അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് വാങ്ങാനായിട്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ ഫിക്സഡ് അസറ്റും കൊണ്ട് വി ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ യൂസേജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ്, അല്ലേ? അതൊരുപാട് വർഷത്തേക്ക് നിൽക്കുന്നതാണ്. അതായത് ആ ബെനിഫിറ്റ് ഫ്രം യൂസേജ് സ്പ്രെഡ്സ് ലോങ്. ഇത് മോർ ദാൻ 1 ഇയറിൽ അതിൻ്റെ ബെനിഫിറ്റ് നിൽക്കും ഫിക്സഡ് അസറ്റിൻ്റെ. അതുപോലെ തന്നെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിൻ്റെ കഴിഞ്ഞിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് അതിൽ പുട്ടിങ് അലോങ് വിത്ത് ഫിക്സഡ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൗ ടു റെക്കഗ്നൈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഹൗ ടു മെഷർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. An intangible asset is an identifiable non-monetary asset without physical substance എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനേഷൻ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് ഐഡൻറ്റിഫയബിൾ പ്ലസ് നോൺ മോണിറ്ററി പ്ലസ് അസറ്റ് പ്ലസ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്, അങ്ങനെ പഠിക്കാം. അതായത് ഐഡൻറ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫയബിൾ, അതായത് ഐഡൻറ്റിഫയബിലിറ്റി വേണം. അതായത് എന്താ? അസറ്റ് എപ്പോഴും ഐഡൻറ്റിഫയബിൾ ആവുക, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ. ഇറ്റ് മസ്റ്റ് ബി സെപ്പറബിൾ എന്നാണ് പറയുന്നത്. അതായത് അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം. അതായത് ആ എൻറ്റിറ്റീന്ന് സെപ്പറേറ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റണം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, അത് സെപ്പറേറ്റ് ലൈസൻസ് ചെയ്യാൻ പറ്റുക, സെപ്പറേറ്റ്ലി റെൻറ്റ് ഔട്ട് ചെയ്യുക, സെപ്പറേറ്റ്ലി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഐഡൻറ്റിഫയബിൾ ആണെന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ റിക്വയർമെൻറ്റ് എന്താണ്? അസറ്റ് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. പ്ലസ് നോൺ മോണിറ്ററി. എന്താണ് നോൺ മോണിറ്ററി? നോൺ മോണിറ്ററി എന്നുള്ളൊരു വേർഡ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ടേം മോണിറ്ററി. എന്താണ് മോണിറ്ററി അസറ്റ്? അതായത് നിങ്ങൾ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ബിൽസ് റിസീവബിളും കറണ്ട് അസറ്റാണ് അല്ലേ? അപ്പോൾ അത് എന്താണ് ആക്ച്വലി അത് മീൻ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ബിൽസ് റിസീവബിൾ 1,00,000 ഉണ്ട് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ശരിക്കും ദ കമ്പനി ഈസ് ഗോയിങ് ടു ഗെറ്റ് 1 lakh ആഫ്റ്റർ സം ടൈം, അല്ലേ? നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. അതായത് ഒരു ഫിക്സഡ് മോണിറ്ററി വാല്യൂ ഉണ്ട്, ഇറ്റ് ഈസ് റിസീവബിൾ, അല്ലേ? ഒരു ഫിക്സഡ് ഡിറ്റർമിനബിൾ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് മോണിറ്ററി വാല്യൂ നമുക്ക് കിട്ടും. പക്ഷേ ഇൻടാഞ്ചിബിൾ അസറ്റ് ഡസ് നോട്ട് ഹാവ് ദിസ് ഫിക്സഡ് മോണിറ്ററി വാല്യൂ, ഇറ്റ് മേ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ടാണ് നോൺ മോണിറ്ററി എന്ന് പറയുന്നത്. അതായത് മോണിറ്ററി അല്ലാത്തത് നോൺ മോണിറ്ററി. ഓക്കെ, ഇനി പ്ലസ് എസറ്റിൻ്റെ ഡെഫിനേഷൻ എന്തായാലും ഞാനിവിടെ പറയുന്നില്ല. അത് കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കിലെല്ലാം PPയിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എസറ്റ് ആവാനായിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾ ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ഫ്രം വിച്ച് FEBs ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. FEBs എന്താണ്? നമുക്കതിന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് നമ്മളുടെ എൻറ്റിറ്റിക്ക് കിട്ടുന്നതായിരിക്കണം. അതിനുള്ള റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ, അതായത് ഒരു ഐറ്റത്തിന് എപ്പോഴാണ് എസെറ്റാക്കി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൽ ലാസ്റ്റ് കമ്പോണൻറ്റ് നോക്കുക, വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. അതെന്താണ് മീൻ ചെയ്യുന്നത്? വി കാൺ ടച്ച്, വി കാൺ സീ, അല്ലേ? അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങാണ് ഫോർ ഒരു കമ്പനി. യു ആർ പർച്ചേസിങ് എ സോഫ്റ്റ്വെയർ. ഇപ്പം ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഒരു ഫീച്ചറാണ് അൺടച്ചബിലിറ്റി, അല്ലേ? നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കൂ. സോഫ്റ്റ്വെയർ വാങ്ങാൻ, ആ സോഫ്റ്റ്വെയറിൽ ഐ എം പേയിങ് 20 lakh ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ. കമ്പനിയിലേക്ക് അത് ഡെലിവർ ചെയ്യുമ്പോൾ അതൊരു പെൻഡ്രൈവിലാണ് എനിക്ക് കിട്ടിയത്. പെൻഡ്രൈവിലാണ്. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡസ് ഇറ്റ് ഹാവ് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഓർ നോട്ട്? ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടോ അതിന്? ഇറ്റ് കെയിം വിത്ത് പെൻഡ്രൈവ്, ഐ ക്യാൻ സീ.
Still, is that software is an intangible asset? Yes, it is an intangible asset. അപ്പോൾ how it's possible? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ചില കേസിൽ, അതായത് സം ഇൻടാഞ്ചിബിൾ അസെറ്റ് കുഡ് ഹാവ് സം ഫിസിക്കൽ സബ്സ്റ്റാൻസ്, സം ഇൻടാഞ്ചിബിൾ അസെറ്റ്. അതായത് അപ്പോൾ നമ്മളവിടെ നോക്കേണ്ടത് അതിൻ്റെ വാല്യൂ ആണ്. ആ ഇൻടാഞ്ചിബിൾ അസെറ്റിൻ്റെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണോ ഇൻസിഗ്നിഫിക്കൻ്റ് ആണോ നോക്കണം. അതായത് ഞാൻ 20 lakhs കൊടുത്ത് വാങ്ങിയ ആ ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഞാനത് സോഫ്റ്റ്വെയറിനാണ് കൊടുത്തത്, പെൻഡ്രൈവിനല്ല. പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഓക്കെ, ഐ ക്യാൻ ടച്ച്, ഐ ക്യാൻ സീ എന്ന് പറഞ്ഞാൽ അത് ടാഞ്ചിബിൾ അസെറ്റ് ആവില്ലല്ലോ. ഞാൻ കൊടുത്ത ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ ദാറ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. അപ്പം അതിൻ്റെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അതിനാണ്, അതാണ് പ്രീഡോമിനൻറ്റ്. ഓക്കെ, സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. വി ആർ പേയിങ് 20 lakh ഫോർ ദാറ്റ് സോഫ്റ്റ്വെയർ. പെൻഡ്രൈവ് അവിടെ ഇമ്മെറ്റീരിയൽ ആണ്. അപ്പോൾ നമുക്ക് അതൊരിക്കലും ഫിസിക്കൽ കമ്പോണൻറ്റിൻ്റെ അകത്താണ് അത് വന്നത്. ചിലപ്പോൾ ചില കേസിൽ ചിലപ്പോൾ CD ഇതിലൊക്കെ ആക്കി വരാം. പക്ഷെ അത് ഫിസിക്കൽ കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ വാല്യൂ ഇമ്മെറ്റീരിയൽ ആണ്. അപ്പോൾ ആ ഒരു ടേമിൻ്റെ മീനിങ് നിങ്ങളവിടെ മനസ്സിലാക്കുക, കൺഫ്യൂസ് ചെയ്യരുത്. സോ ഹാൻസ് ദിസ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻ്റ് ആണ്. അത് ജസ്റ്റ് ലൈക്ക് IND AS 16 PP, അത് PP പഠിച്ചു അതേപോലെ തന്നെ. അപ്പോൾ റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റിൽ റെക്കഗ്നീഷൻ നമുക്ക് നോക്കാം. റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അല്ലേ? അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസെറ്റായിട്ട് എപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഹൗ ടു റെക്കഗ്നൈസ്, ഹൗ ടു ഐഡൻറ്റിഫൈ ആൻ ഇൻടാഞ്ചിബിൾ അസെറ്റ്. അപ്പോൾ അതിനെന്താ, നമുക്ക് ഇനീഷ്യൽ റെക്കഗ്നീഷന് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഡെഫിനിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഇൻടാഞ്ചിബിൾ അസെറ്റിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ വി ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. അതിൽ 4 components ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം, നോൺ മോണിറ്ററി ആയിരിക്കണം, അസെറ്റ് ആയിരിക്കണം, അത് ഫിസിക്കൽ സബ്സ്റ്റൻസ് അല്ല വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. പ്രോബബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസെറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ദാറ്റ് മസ്റ്റ് ഫ്ലോ ടു ദ എൻറ്റിറ്റി അല്ലേ? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആ എൻറ്റിറ്റിയിലേക്ക് ഫ്ലോ ചെയ്തിരിക്കണം. മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ക്യാൻ ബി റിലയബിളി മെഷറബിൾ. അതിൻ്റെ കോസ്റ്റ് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഇനീഷ്യലി അതിനെ ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. അതായത് ഹൗ ടു മെഷർ. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഓർ ക്രെഡിറ്റ്, അതായത് സെപ്പറേറ്റ് അക്വിസിഷനാണ്. അതായത് ദ കോസ്റ്റ് ഓഫ് സെപ്പറേറ്റ്ലി എക്വയർഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഇൻക്ലൂഡ്സ്. എന്താണ് നമ്മൾ അസെറ്റിൻ്റെ IND AS 16 സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. IND AS 16 നമ്മളൊരു അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതായത് പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, നോൺ റീഫണ്ടബിൾ ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, അതുപോലെ എന്തെങ്കിലും ഗവൺമെൻറ് ഗ്രാൻഡ്സ് ആ അസെറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ്, അതാണ് കോസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി, സെയിം ആസ് IND AS 16. ഓക്കെ, ഇനി ഈ കോസ്റ്റിൽ എടുക്കാൻ പാടില്ലാത്ത ഐറ്റംസ് ഉണ്ട്. അത് IND AS 16 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റംസ്. അതുപോലെ ഇവിടെയുണ്ട് ഇൻടാഞ്ചിബിൾ അസെറ്റിൻ്റെ കോസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റംസ് ആണ്. ഒന്ന് കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ്, അതായത് കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതൊന്നും എടുക്കില്ല. അതുപോലെ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജനറൽ ഓവർ ഹെഡ് കോസ്റ്റ്, അതൊന്നും ഈ ഇൻടാഞ്ചിബിൾ അസെറ്റിൻ്റെ കോസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓഫ് അക്വിസിഷൻ എക്സ്ചേഞ്ച് ഓർ ബാർട്ടർ ആണ്. ഇതും നമ്മൾ PPയിൽ പറഞ്ഞ അതേ ഐറ്റം തന്നെയാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസെറ്റ് കൊടുത്തിട്ട് വേറെ ഇൻടാഞ്ചിബിൾ അസെറ്റ് വാങ്ങുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷന് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതേ സെയിം കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം. 2, ഈ ഫെയർ വാല്യൂൻ്റെ റിലയബിൾ മെഷർമെൻറ്റ് പോസിബിൾ ആണോ എന്ന് നോക്കണം. ഈ 2 കാര്യങ്ങളും നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് എന്തായിരുന്നു കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്? അതായത് ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഇപ്പോൾ 2 പാർട്ടീസ് തമ്മിലാണെന്ന് വിചാരിക്കുക. ഈ 2 പാർട്ടിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം ആ ട്രാൻസാക്ഷൻ നടത്തിയുണ്ട്. അപ്പോഴാണ് നമ്മൾ ആ ട്രാൻസാക്ഷന് കമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പം എൻ്റെ കയ്യിലൊരു ഡിജിറ്റൽ പെൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. പക്ഷേ ഐ നീഡ് ദാറ്റ് മൊബൈൽ ആൻഡ് യു നീഡ് ദാറ്റ് ഡിജിറ്റൽ പെൻ. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ദർ ഈസ് എ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്.
ഓക്കെ, കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സെയിം രണ്ട് പേരുടെ കയ്യിലും ഈ ഡിജിറ്റൽ പെന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നോബഡി വിൽ ബെനിഫിറ്റ്. ആ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കോൺട്രാക്ട് വൺ ബെനിഫിറ്റ്, നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ രണ്ട് പാർട്ടീസിൻ്റെയും ക്യാഷ് ഫ്ലോയിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായാൽ സിമ്പിളായിട്ട് അത്ര മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടായാലാണ് നമ്മൾ കമേഴ്ഷ്യൽ, ആ ഒരു എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഹാസ് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ അതായത് അതിനൊരു ഡെഫിനേഷൻ അന്ന് PPയിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതായത് കോൺഫിഗറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിരിക്കാം, ടൈമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എമൗണ്ട് ആയിരിക്കാം. ഓഫ് ക്യാഷ് ഫ്ലോസ് ഓഫ് ദ എസെറ്റ് റിസീവ് ഡിഫേഴ്സ് ഫ്രം ദി കോൺഫിഗറേഷൻ ഓഫ് ദ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ എസെറ്റ് ട്രാൻസ്ഫേർഡ്. അതായത് കൊടുക്കുന്ന എസെറ്റും കിട്ടുന്ന എസെറ്റും തമ്മിൽ എന്തെങ്കിലും നമുക്ക് ഈ പാർട്ടീസിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ആ ട്രാൻസാക്ഷന് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ്. ദെൻ ഫെയർ വാല്യൂ റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളിവിടെ രണ്ട് കാര്യം പറഞ്ഞു. അതായത് ഒരു എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാർട്ടർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യമായിട്ട് നോക്കുക. ഒന്ന് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടോ, ആ ട്രാൻസാക്ഷന് കമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉണ്ടോ, പ്ലസ് ഫെയർ വാല്യൂ റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും യെസ് എന്നാണ് ആൻസർ എങ്കിൽ നമ്മൾ ആ എസെറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഫെയർ വാല്യൂവിലാണ് മെഷർ ചെയ്യുക. അത് ഫസ്റ്റ് കൺസിഡറേഷൻ ഫെയർ വാല്യൂ ഓഫ് എസെറ്റ് ഗിവൻ അപ്പ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് കൺസിഡറേഷനാണ് ഫെയർ വാല്യൂ ഓഫ് എസെറ്റ് റിസീവ്ഡ്. അതായത് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊടുത്ത എസെറ്റിൻ്റെ ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യാനാണ്. സെക്കൻഡ്ലി അത് റിലയബിളി മെഷർ അല്ലെങ്കിൽ റിസീവ് ചെയ്ത എസെറ്റിൻ്റെ ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറയുന്നു. അതായത് വിച്ച് എവർ ഈസ് മോർ ക്ലിയർലി എവിഡൻറ്റ്, ദാറ്റ് ഈസ് വിച്ച് എവർ യു സീ മോർ എവിഡൻറ്റ്, വിച്ച് എവർ യു സീ മോർ റെലവൻറ്റ്, മോർ ഫിറ്റ്, യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ആസ് കോസ്റ്റ്. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങളും കമേഴ്ഷ്യൽ സബ്സ്റ്റൻസും റിലയബിൾ മെഷർമെൻറ്റ് ഓഫ് ഫെയർ വാല്യൂ അത് രണ്ടും ഇല്ലെങ്കിലോ, അതില്ലെങ്കിൽ നമ്മൾ ഈ എസെറ്റിൻ്റെ വാല്യൂ എന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? അപ്പോൾ കൊടുത്ത എസെറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ടാണ് പുതിയ എസെറ്റിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതായത് ക്യാരിയിങ് എമൗണ്ട് ഓഫ് എസെറ്റ് ഗിവൻ അപ്പ്. അതായത് ബാർട്ടറിലോ ഒരു എസെറ്റ് നമുക്ക് കിട്ടുകയാണ്, ഒരു എസെറ്റ് കൊടുക്കാവുമല്ലോ. അപ്പോൾ ഈ കമേഴ്ഷ്യൽ സബ്സ്റ്റൻസും ഇല്ല, അതുപോലെ റിലയബിൾ മെഷർമെൻറ്റ് ഓഫ് ഫെയർ വാല്യൂ ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. ദെൻ ഈ പുതിയ എസെറ്റിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക കൊടുത്ത എസെറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ടാണ്. ഓക്കെ, ഇനി ഇന്ത്യ 16 PPയിൽ പറഞ്ഞ സെയിം കാര്യം ഇവിടെയും പറയേണ്ടത്. അതായത് ഡെഫേർഡ് കൺസിഡറേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? അതായത് ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റ് എന്താണ് കൺസിഡർ ചെയ്യുക? സെയിം ആസ് ഇന്ത്യ 16 തന്നെയാണ്. അത് വായിച്ചു നോക്കുക. ഇഫ് പേയ്മെൻറ്റ് ഫോർ എൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഈസ് ഡെഫേർഡ് ബിയോണ്ട് നോർമൽ ക്രെഡിറ്റ് ടേംസ്, ദെൻ കോസ്റ്റ് ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഈസ് ദ ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ്. ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്പോട്ട് പേയ്മെൻ്റ് ആണ് ചെയ്തതെങ്കിൽ നമ്മൾ എത്ര പ്രൈസ് ആയിരിക്കും കൊടുക്കുക? അതായത് വാട്ട് പ്രൈസ് വി വുഡ് ഹാവ് ബീൻ പെയ്ഡ് ഇഫ് വി ഡൺ സ്പോട്ട് പേയ്മെൻറ്റ്, അതായിരിക്കും കോസ്റ്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എമൗണ്ട്, അതായത് ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ് ആൻഡ് ദ ടോട്ടൽ പേയ്മെൻറ്റ്സ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അതായത് ക്രെഡിറ്റിനാകുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സ് എല്ലാം കൂടി എടുക്കുമ്പോൾ എത്രയായാലും കൂടുതലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ കറക്റ്റ് പ്രൈസ്. ഇപ്പോൾ നമ്മളൊരു ഐറ്റം 1 lakhന് വാങ്ങി, അത് ക്രെഡിറ്റ് ഡെഫേർഡ് പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് 1,20,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ 20,000 ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. നമ്മൾ PPയിൽ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് മോഡ് ഓഫ് അക്വിസിഷൻ ആണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. അതായത് സെൽഫ് ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, അതായത് ഈ കമ്പനി തന്നെ ജനറേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗുഡ് വില്ലൊക്കെ പറയാം. അതായത് ഈ കമ്പനിയുടെ ഒരുപാട് വർഷത്തെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഗുഡ് വില്ലൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൽഫ് ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. അപ്പം അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഗുഡ് വിൽ ഒരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പോൾ ഗുഡ് വില്ലിന് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഇൻഡ് AS 38 അനുസരിച്ച് മെഷർ ചെയ്യാൻ പാടില്ല. ഈ ഗുഡ് വിൽ എന്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനിഷനിൽ ഐഡൻറ്റിഫയബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഗുഡ് വില്ല് ഇവിടെ ഐഡൻറ്റിഫയബിലിറ്റി ഇല്ല, അതായത് അത് സെപ്പറേറ്റ്ലി മെഷറബിൾ അല്ല. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത്, അതായത് എൻറ്റിറ്റിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇവിടെ ഗുഡ് വില്ലിന് മെഷർമെൻ്റ് ഇല്ല. ഇനി ഈ ഗുഡ് വിൽ ഒഴിച്ച് വേറെയുള്ള ഐറ്റംസ്, ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റഡിൽ ഗുഡ് വില്ലാണ് മെഷർമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞത്. ഇനി ഗുഡ് വിൽ ഒഴിച്ച് നിർത്തി ബാക്കിയുള്ള ഐറ്റം ഉണ്ടാവില്ല, അതെങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ 2 ഫേസായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് റിസർച്ച് ഫേസ്,
ഒന്ന് ഡെവലപ്മെൻറ്റ് ഫേസ്. ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഈ റിസർച്ച് ഫേസിൽ നമുക്ക് വരുന്ന എക്സ്പെൻസസിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, റിസർച്ച് ഈസ് ദ പ്രയർ ഫേസ് ടു ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പീരീഡ് ഇൻ വിച്ച് നോളജ് ഈസ് ഗെയിനിങ്. റിസർച്ചിൻ്റെ സ്റ്റേജിൽ നമ്മളൊരു എസെറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിൽ നമുക്കറിയാൻ പറ്റില്ല ആ എസെറ്റ് കറക്റ്റ് ഡെവലപ്പായി അതിൽ നിന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഓൺലി റിസർച്ച് ഫേസ് ആണ്. നമുക്ക് ആ എസെറ്റ് ഡെവലപ്പ് ആവുമോ തന്നെ നമുക്ക് കൺഫേം ഇല്ല. ഇറ്റ്സ് നോട്ട് 100% ഷുവർ. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പെൻസ്. സോ എവിടെയാണ് ആ റിസർച്ച് എക്സ്പെൻസസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? P&Lലാണ്. ഓക്കെ. ഇനി ഡെവലപ്മെൻറ്റ് ഫേസിൽ നമുക്കൊരു 6 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. റിസർച്ച് ഫേസിലുള്ള എക്സ്പെൻസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. അത് ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് വരുമ്പോൾ, ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഗെയിൻഡ് ഇൻ ദ ഫസ്റ്റ് ഫേസാണ്. അതായത് റിസർച്ചിൽ വന്ന അതിലൊരു നോളജ് ഗെയിൻ ചെയ്തു, റിസർച്ചിൽ അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അപ്ലിക്കേഷനാക്കി ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, അതൊരു എസെറ്റ് ആയി, അല്ലേ? അപ്പോൾ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷേ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്തൊക്കെയാണ് കണ്ടീഷൻസ് ഒന്ന് നോക്കാം. അതായത് ഈ ഒരു എസെറ്റ് ഐഡൻറ്റിഫയബിൾ ആവുന്നത് തന്നെ ഈ ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞത് ആലോചിക്കുക. ഐഡൻറ്റിഫയബിലിറ്റി, ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫയബിൾ എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഇതിൽ റിസർച്ച് ഫേസിൽ നമുക്ക് എസെറ്റ് ഐഡൻറ്റിഫയബിൾ ആവുന്നില്ല. ഡെവലപ്മെൻറ്റ് ഫേസിലാണ് ആ എസെറ്റ് ഐഡൻറ്റിഫയബിൾ ആവുന്നത്. അപ്പോൾ ഐഡൻറ്റിഫയബിൾ ആയതിന് ശേഷം വരുന്ന എക്സ്പെൻസ് മാത്രമേ നമ്മൾ ആ എസെറ്റിൻ്റെ കോസ്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമുക്ക് ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന ആ എക്സ്പെൻഡിച്ചറിന് അതിനെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത്, നമ്മളിപ്പോൾ ഒരു എസെറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്മെൻറ്റ് ഫേസിലാണ്, അല്ലേ? അപ്പോൾ ആ ഒരു എസെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത്, അത് ഉണ്ടാക്കിയതിന് ശേഷം, ഈ എസെറ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അവർക്കത് യൂസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ജനറേറ്റ് ചെയ്തു, ആ അസറ്റിൽ നിന്ന് എങ്ങനെയാണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ആ ഇൻടാഞ്ചിബിൾ അസറ്റ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്ന് പറയില്ല. അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. അതായത് ആ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സിനൊരു ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് നേരിട്ട് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുക. അതായത് ആ ഇൻടാഞ്ചിബിൾ അസറ്റിനായിട്ട് ഒരു മാർക്കറ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ജനറേഷൻ, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കലോ ഫിനാൻഷ്യലോ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റിൽ പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഫേസിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. പിന്നെ ഫസ്റ്റിൽ പറയുന്നുണ്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി പറയുന്നുണ്ട്. അതായത് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമുക്ക് ടെക്നിക്കലി ഫീസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഈ ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് ഒരു 6 ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു. ഇനി അവിടെയും ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് സെല്ലിംഗ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അബ്നോർമൽ ലോസസ്, ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ്, ട്രെയിനിങ് കോസ്റ്റ് ടു ഓപ്പറേറ്റ് അസറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് അക്വിസിഷൻ മെത്തേഡാണ് ബിസിനസ് കോമ്പിനേഷൻ. ബിസിനസ് കോമ്പിനേഷനിൽ വരുമ്പോൾ നമ്മൾ ആ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റ് കാണുന്നത് ഫെയർ വാല്യൂവിലാണ്. ഫെയർ വാല്യൂ അറ്റ് ദ എക്വിസിഷൻ ഡേറ്റ്. ഓക്കെ. എക്വിസിഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അതിന് ഏറ്റെടുക്കുന്ന ആ ഒരു ഡേറ്റ് അല്ലേ. ഇപ്പോൾ അമാൽഗമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരു കമ്പനീനെ എക്വയർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എക്വയർഡ് ചെയ്യാണ് ആസ് എ പാർട്ട് ഓഫ് ബിസിനസ് കോമ്പിനേഷൻ, ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് ഇസ് ഇറ്റ്സ് ഫെയർ വാല്യൂ അറ്റ് ദി എക്വിസിഷൻ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ എക്വിസിഷൻ ഡേറ്റിൽ അതിന് എത്രയാണോ ഫെയർ വാല്യൂ, ആ ഫെയർ വാല്യൂ തന്നെയാണ് അതിൻ്റെ കോസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ.
ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഗവൺമെൻറ് ഗ്രാൻഡ്. ഗവൺമെൻറ് ഗ്രാൻഡ് ശരിക്കും ഇൻഡേഴ്സ് 20 ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ് മേ ബി എക്വയർഡ് ഫ്രീ ഓഫ് ചാർജ് ഓർ ഫോർ നോമിനൽ കൺസിഡറേഷൻ ബൈ വേ ഓഫ് എ ഗവൺമെൻറ് ഗ്രാൻഡ്. ഇവിടെ ഗവൺമെൻറ് എൻറ്റിറ്റിക്ക് ചിലപ്പോൾ ഇപ്പോൾ എയർപോർട്ട് ലാൻഡിങ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. മേ ബി ഇപ്പോൾ ഒരു TV സ്റ്റേഷൻ അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ലൈസൻസ്, ക്വാട്ടാസ്, അങ്ങനെ പല രീതിയിൽ ഗവൺമെൻറ് ഗ്രാൻഡ്സ് കിട്ടാം. അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് റിസോഴ്സസിൻ്റെ ആക്സസ്, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ട് ഗവൺമെൻറ് ഗ്രാൻഡ് ഫ്രീ ആയിട്ട് അങ്ങനെ നമുക്കൊന്നും എൻറ്റിറ്റിക്കൊന്നും കൊടുക്കേണ്ടി വരില്ല. ഫുള്ളായിട്ട് ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുള്ളൂ റിസോഴ്സ്. അതർവൈസ് ആ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഒരു പാർട്ട് ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടുന്നു, എൻറ്റിറ്റിക്ക് ഒരു വളരെ ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി, അങ്ങനെയും വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ, അതായത് ഗവൺമെൻറ് ഗ്രാൻഡ് വഴി നമ്മൾ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്വിസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻടാഞ്ചിബിൾ അസറ്റും ഗ്രാൻറ്റും രണ്ടും റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഫെയർ വാല്യൂവിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഈ അസറ്റ് മാത്രമായിട്ടൊരു നോമിനൽ വാല്യൂവിന്, അതായത് വളരെ ചെറിയൊരു വാല്യൂവിനായാലും റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ 2 ഓപ്ഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഈ അസറ്റും ഗ്രാൻറ്റും നമ്മൾ ഫെയർ വാല്യൂവിൽ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് മാത്രം ഒരു ചെറിയ എമൗണ്ടിന് റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 ലാഖിൻ്റെ അസറ്റൊക്കെയാണ് എന്ന് വിചാരിക്കൂ. അതിനിപ്പോൾ ഒരു ഗവൺമെൻറ് ഗ്രാൻഡ് നല്ലൊരു എമൗണ്ട് ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടി, നമുക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് 0 ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ ഒരു ചെറിയ ലെസ് എമൗണ്ടിന് നമ്മൾ ആ അസറ്റിൻ്റെ കോസ്റ്റ് ഇട്ട് കാണിക്കും, അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും. ഈ 2 രീതിയിലും ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ആണ് പറഞ്ഞത്. പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഓർ ക്രെഡിറ്റ്, അതുപോലെ എക്സ്ചേഞ്ച് ഓർ ബാർട്ടർ, ഇൻറ്റേർണലി ജനറേറ്റഡ് ബിസിനസ് കോമ്പിനേഷൻ, ഗവൺമെൻറ് ഗ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ പോർഷൻ തിയറി, അതിൻ്റെ ഒരു മേജർ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് അമോർട്ടൈസേഷന് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അത് പാർട്ട് 2 പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next video.